ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ അല്ലേ. അപ്പൊ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കുറെ ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വിരകുന്നുണ്ടാവും. അങ്ങനെ വിരകിയിട്ടുള്ള 3-4 പേരുടെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും വീഡിയോ നമുക്ക് വലിച്ചു നിന്നിട്ടുണ്ട്. വളരെ ചെറുതാക്കിയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ TP സുൽപ്പത്തില്ലേ. TP സുൽപ്പത്ത് ആർക്കൊക്കെയോ വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ കുറച്ച് ഭാഗം നമുക്ക് ഇന്ന് കണ്ടിട്ട് TP സുൽപ്പത്തിന് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു സംഖ്യയുടെ വീഡിയോ കാണാനുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഒരു സംഖ്യയാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഞാനങ്ങനെ പറയാനുള്ള കാരണം വേറൊന്നല്ല, ഇദ്ദേഹമൊക്കെ ഈ NDAക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളുടെ മുൻപിൽ അഭ്യർത്ഥിക്കാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. NDAക്ക് വോട്ട് ചോദിക്കുന്ന ആരാണെങ്കിലും അതൊരു സംഖ്യ ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഇദ്ദേഹം സംഖ്യയാണെന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നത് ഞാനും ചാണകം നീയും ചാണകം എന്ന് പറഞ്ഞ ഒരാളില്ലേ. ഞാനും ചാണകം നിങ്ങളും ചാണകം. അതെ, ലോകത്തുള്ള എല്ലാവരും ചാണകം. ഇതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ കൃഷ്ണകുമാർ അണ്ണനും ആർക്കൊക്കെയോ വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇന്നലെ ഫേസ്ബുക്കിൽ കാണാനിടയുണ്ടായി. ഇതിനും നമുക്ക് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. അപ്പൊ ഇത്രയൊക്കെ വീഡിയോ നമുക്ക് ഇന്ന് കണ്ടു തീർക്കാനുണ്ട്. പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാം. ആദ്യം തന്നെ നമുക്ക് TP സുൽപ്പത്തിന്റെ വീഡിയോ കണ്ടു തുടങ്ങാം. പ്ലേ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ TP സുൽപ്പത്തെ. നിങ്ങളുടെ പേര് ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. TP വനജാന്നോ അല്ലെങ്കിൽ ജാനകിന്നോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. കാരണം മുസ്ലിം പേരും വെച്ചുകൊണ്ട് ഈ BJPക്കാർക്ക് വോട്ട് പിടിക്കാൻ വരുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ മുസ്ലിം മതത്തിന് മുഴുവനായിട്ട് അപമാനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്നും വിചാരിക്കല്ലേ. മാമനോടും തോന്നല്ലേ. ഞാൻ ഇന്ന് വോട്ട് അഭ്യർത്ഥനയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. സുൽഫത്തെ, നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് ഞാൻ വോട്ട് അഭ്യർത്ഥിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യുമെന്നുള്ള ഒരു മനോനില നിങ്ങൾക്കുണ്ടോ? അതൊക്കെ വെറുതെയാണ്. കാരണം നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ മുസംഗിണിയാണ്. അങ്ങനെയുള്ള നിങ്ങളെ പോലുള്ള മുസംഗിണിമാര് പറയുന്നത് കേട്ട് നിങ്ങൾ പറയുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഇല്ല എന്ന് തന്നെ നമുക്ക് വേണേ പറയാൻ പറ്റും. പിന്നെ എന്തിനാ ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥനയുമായിട്ട് വീഡിയോ ആയിട്ട് വന്നത്? ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് വോട്ട് അഭ്യർത്ഥിക്കാൻ വന്നിട്ടുള്ളത് അതൊന്ന് കേൾക്കട്ടെ. പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ പഞ്ചായത്തിൽ പെരുമ്പടാരി 8ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് രാധാകൃഷ്ണേട്ടനാണ്. രാധാകൃഷ്ണേട്ടനെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ പാലക്കാടുള്ള ഏതോ രാധാകൃഷ്ണൻ അണ്ണനെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് TP സുൽപ്പത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, നമ്മുടെ ലസിത പാലക്കലൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ, ലസിത പാലക്കൽ അമ്മച്ചിയെ പോലെയുള്ള സംഘിണിമാർക്ക് വോട്ട് അഭ്യർത്ഥനയുമായിട്ടായിരിക്കും വന്നതെന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് പാലക്കാടുള്ള ഏതോ രാധാകൃഷ്ണൻ അണ്ണന് വേണ്ടിയിട്ടാണ് ഇതേപോലെയൊക്കെ സോഷ്യൽ മീഡിയയൊക്കെ ഇടുന്ന് വിരകുന്നതെന്ന്. അപ്പോൾ TP സുൽപ്പത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പാലക്കാട് നിൽക്കുന്ന സ്ഥാനാർത്ഥി മുസ്ലിം വോട്ട് സ്വീകരിക്കോ? ഇല്ല. കാരണം എന്താ? മുസ്ലിം വിരോധികളാണ് ഈ NDAയിൽ കൂടുതലായിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളെ മാത്രമേ സ്ഥാനാർത്ഥിയായിട്ടും നിൽപ്പിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിരകിക്കൊണ്ട് വോട്ട് ചോദിക്കാൻ താങ്കളെ പോലുള്ള ആളുകൾക്ക് നാണമുണ്ടോ എന്ന് ജനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ജനങ്ങളെ നിങ്ങൾക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ആ മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുണ്ടെങ്കിൽ വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും NDAയുടെ സ്ഥാനാർത്ഥികൾ. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് TP സുൽഫത്തിനെ പോലുള്ള ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിരകുന്നത്. അപ്പൊ സുൽഫത്തിനെ പോലുള്ള മുസംഗിണിമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വെറുതെ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. നിങ്ങളൊരു മുസ്ലിം നാമധാരിയാണ്. അങ്ങനെയുള്ള മുസ്ലിം നാമധാരികൾ NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കഴിഞ്ഞിട്ടില്ല, വേറെ ആർക്കൊക്കെ വിഷയമുണ്ട്, അതുകൂടി ഒന്ന് കേൾക്ക്. കോഴിക്കോട് നോർത്ത് ജില്ലയിലെ കായക്കൊടി പഞ്ചായത്തിലെ 5ാം വാർഡിൽ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി മിഥുനെ താമര ചിഹ്നത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ലോകം പോയൊരു പോക്കെ BJPയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു മുസ്ലിം നാമധാരി മാത്രം, മുസ്ലിമല്ല നാമധാരി മാത്രമായിട്ടുള്ള ഒരു പെണ്ണൊക്കെ വന്നിരുന്നു കൊണ്ടാണ് ജയിപ്പിക്കണം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരുന്നില്ല നിങ്ങൾക്കൊക്കെ? ചിരി വന്നിട്ടില്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കും അല്ലേ? സുൽപ്പത്തിനെ പോലുള്ള ആളുകളൊക്കെ മനോനില. പൈസ കൊടുക്കുന്നുണ്ടാ BJPക്കാർ. മുസ്ലിം ആയിട്ടുള്ള ആളുകൾ BJPയിലോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പൈസ കിട്ടും. തമാശ പറയുന്നില്ല, ദിവന്മാരോട് ഒരു അജണ്ട ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെയുള്ള മുസംഗിണികളൊക്കെ BJPക്കാരുടെ കയ്യിൽ നിന്ന് മാസപ്പടി മേടിച്ചിട്ടാണ് ഇവളൊക്കെ ഈ പരിപാടി ചെയ്യുന്നത്, BJPക്കാർക്ക് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ മലയാളികൾക്കില്ലേ? ഇല്ലാതായി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാസപ്പടി കിട്ടോടാ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം TP സുൽഫത്തിനെ പോലുള്ള ഒരാളൊക്കെ BJPയിൽ നിരന്തരമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സുൽഫത്ത് അങ്ങോട്ട് പോട്ടെ, നമുക്ക് അടുത്ത വീഡിയോ കണ്ടു തുടങ്ങാം. അടുത്തത് നമ്മുടെ പേരറിയാത്തൊരു സംഖ്യ, അറിയപ്പെട്ട ഒരു സംഖ്യയാണ്. ഇദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് വായി കിട്ടുന്നില്ല, അതുകൊണ്ടാണ് പേര് പറയാത്തത്. എന്തായാലും അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് കേട്ടോക്കാം. എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂരുകാരനാണല്ലേ? ആ നമസ്കാരം എന്ത് എന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. ഇതിന്റെ മുൻപ് നമ്മൾ ഒരാളെ വീഡിയോ ചെയ്തിട്ടില്ലേ നമസ്കാരം എന്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തൃശ്ശൂരുകാരൻ തന്നെയാണ്. അപ്പൊ പറയേ, എന്താ കേക്കട്ടെ. നമ്മുടെ തകഴി ഗ്രാമപഞ്ചായത്തിലെ 1ാം വാർഡിലെ നമ്മുടെ BJP സ്ഥാനാർത്ഥിയായ M ഗണേഷ് കുമാറിന് നല്ല ഭൂരിപക്ഷത്തിൽ നിങ്ങൾ വിജയിപ്പിക്കും. ഇദ്ദേഹം ഏതോ സംഘി ഗണേഷ് കുമാറിനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിനോടും എനിക്ക് 2-3 വാക്ക് ചോദിക്കാനുണ്ട്. നിങ്ങളുടെ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അവരുടെ വോട്ട് നിങ്ങൾ സ്വീകരിക്കോ?
സ്വീകരിക്കോ ഈ 3 പ്രാവശ്യം ചോദിച്ചത് വെറുതെ ഒന്നല്ല. ഇതേപോലെയുള്ള ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഓരോ സംഖ്യകളെ ജയിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവന്മാരുടെ മനസ്സിലുള്ള വർഗീയത ഇല്ലാതാക്കിയിട്ട് തന്നെയാണോ ഈ വോട്ട് ചോദിക്കുന്നത് എന്നുള്ളൊരു സംശയം കൊണ്ട് മാത്രമാണ് 3 പ്രാവശ്യമൊക്കെ ചോദിച്ചത്. മുസ്ലിം വോട്ട് നിങ്ങൾ സ്വീകരിക്കുക, അതാണ് എനിക്ക് അറിയേണ്ടത്. പക്കെങ്കിൽ നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞേനെ. പക്ഷെ അങ്ങനെ പറയാനുള്ള ഒരു അവസരം നിങ്ങൾ എനിക്ക് തരില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം നിങ്ങൾ വളർന്നു വരുന്നത് തന്നെ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഗണേഷ് കുമാറിനെ പോലുള്ള ആളുകളൊക്കെ വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ കിടന്ന് വിരകുന്നത്. എന്തായാലും ജനങ്ങൾ ഇതിനൊക്കെയുള്ള മറുപടി നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പൊ നിങ്ങളുടെ എല്ലാവരും വോട്ടും നമ്മുടെ ഗണേശന് ചെയ്യാം. ഞാനൊന്നും പറയുന്നില്ല വോട്ട് ചെയ്യരുത് എന്ന് പറയാനുള്ള അധികാരമൊന്നും നമുക്കില്ല. കേസെടുക്കാൻ പറ്റുന്ന വകുപ്പാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക. അല്ലാതെ വർഗീയത പറയുന്ന ആളുകളെ വിജയിപ്പിക്കാതെ നിൽക്കുക എന്ന് തന്നെയാണ് എനിക്കൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് മറികട്ടെ. നമ്മുടെ കൃഷ്ണകുമാർ അണ്ണൻ എന്തൊക്കെ പറയുന്നുണ്ട് അതുകൂടി കേട്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, കണ്ടുതുടങ്ങാം. മതിലകം ഗ്രാമപഞ്ചായത്തിൽ 15-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി ശ്രീമതി മഞ്ജുഷ നകുലനെ താമരയടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പൊ അണ്ണൻ പറഞ്ഞത് കേട്ടല്ലോ, എല്ലാവരും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ട് ആ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അണ്ണനെ പോലുള്ള ഒരാളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണ്ടടാ, അല്ലേ? എത്ര പേര് ചെയ്യും എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ ചെയ്യോ ചെയ്യാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. പക്ഷേ ഞാനൊരു അഡ്വൈസ് തരാം. എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വൈസ് തരാം. തീർച്ചയായിട്ടും മതം ജാതി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളെ അടുപ്പിക്കാതെ നിൽക്കുക. അത് നമ്മുടെ നാടിന് തന്നെയാണ് ദോഷം ചെയ്യാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. എനിക്ക് ആർക്ക് ചെയ്താലും ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിലായോ? ചെറിയ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. വീഡിയോ ചെയ്തു വന്നപ്പോൾ വലുതായി പോയി. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കാം. നാളെ മറ്റന്നാളെ കാണാം. നാളെ ചിലപ്പോൾ ലീവായിരിക്കും. ബൈ.